കേരളത്തിൽ ഈ അടുത്തിടയ്ക്ക് കോലാഹലങ്ങൾ ഉണ്ടാക്കിയ വാർത്തയായിരുന്നു ദൂരദർശനിൽ ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു എന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദൂരദർശൻ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തുകയും നിരവധി പ്രതിപക്ഷ നേതാക്കൾ സിനിമാ പ്രദർശനത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തത് കേരളം കണ്ടതാണ്. 2023 സുദീപ് സെൻ സംവിധാനം ചെയ്ത ഈ സിനിമ സെൻസർ ബോർഡിന്റെ പൂർണ്ണ അംഗീകാരത്തോടെ അന്ന് പ്രദർശിപ്പിച്ചപ്പോഴും മേൽപ്പറഞ്ഞവർ കടുത്ത വിമർശനങ്ങൾ നടത്തിയിരുന്നു. ഹിന്ദു വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന ലവ് ജിഹാദ് എന്ന പ്രണയ വഞ്ചനയും അതിൽ അകപ്പെട്ട പെൺകുട്ടികളെ പിന്നീട് ഭീകര സംഘടനയിലേക്ക് ചേർക്കുന്നതും അവർ അവിടെ വച്ച് പ്രസവിച്ച കുട്ടികളോടൊപ്പം ജയിലിൽ കിടക്കുന്നതും കൊല്ലപ്പെട്ട ജിഹാദി ഭർത്താക്കന്മാരുമായുള്ള ഇതിവൃത്തത്തിനെതിരെയായിരുന്നു പോർവിളികൾ എല്ലാം. ആദ്യമൊക്കെ സിനിമയിലെ തലക്കെട്ടിലെ കേരളം എന്ന പേരായിരുന്നു പ്രശ്നമെങ്കിൽ പിന്നീട് പ്രണയവഞ്ചനയുടെ ചിത്രീകരണത്തിനെതിരെയായി തന്നെ രാഷ്ട്രീയക്കാരും ഒരു വിഭാഗം മാധ്യമങ്ങളും രംഗത്തു വന്നു. കേരളത്തിൽ പ്രണയവഞ്ചനയോ ലവ് ജിഹാദോ ഇല്ല എന്നും ഇത് തെറ്റായ ചിത്രീകരണം ആയിരുന്നുവെന്നുമാണ് അന്ന് അവർ വാദിച്ചത്. നിമിഷയെയും സോണിയയെയും മെർലിനെയും തുടങ്ങി പ്രണയത്തിന്റെ മറവിൽ മതം മാറേണ്ടി വന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ തങ്ങളുടെ മനസ്സിലെ കടുത്ത വേദന പങ്കുവച്ച നിരവധി സംഭവങ്ങളും സോഷ്യൽ മീഡിയ വഴി അന്ന് ജനം കണ്ടതാണ്. അനുഭവസ്ഥർ ലവ് ജിഹാദിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചപ്പോഴും സംഘടിത വോട്ട് ബാങ്കിന്റെ വിരട്ടൽ ഭയന്ന് രാഷ്ട്രീയക്കാർ അവരുടെ വ്യക്താക്കളായി ഘോരഘോരം പ്രസംഗിച്ചു. നിർബന്ധിത മതം മാറ്റം ആദ്യം ആരോപിച്ചത് ഹിന്ദു സമൂഹമായിരുന്നുവെങ്കിലും പിന്നീട് അതിനേക്കാൾ ശക്തമായി ക്രിസ്ത്യൻ സമൂഹവും അവരുടെ യുവജന വിഭാഗമായ KCYM-ഉം തങ്ങളുടെ നഷ്ടങ്ങൾ എണ്ണി പറഞ്ഞ് മുന്നോട്ട് വന്നു. കഴിഞ്ഞ ദിവസം ദൂരദർശൻ പ്രദർശിപ്പിച്ച ഈ ചിത്രം ജനങ്ങളുടെ ഇടയിൽ വീണ്ടും സജീവമായ ചർച്ചകൾക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ്. താമരശ്ശേരി അതിരൂപതയും 120 ഇടവകകളും ലവ് ജിഹാദിനെതിരെ ബോധവൽക്കരണം നടത്തുവാനും ദി കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിക്കുവാനുമുള്ള തയ്യാറെടുപ്പിൽ മുന്നോട്ടു പോകുകയാണ്. BDJ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഈ ചിത്രം തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ടതാണെന്നും മനസ്സിലാക്കേണ്ടതാണെന്നും മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഇനി ഒന്ന് ആലോചിക്കുക, ഈ സിനിമയിലെ ഇതിവൃത്തം അത്ര കൊള്ളരുതാത്തവരാണെങ്കിൽ അത് ചർച്ച ചെയ്യുവാനുള്ള ബൗദ്ധിക നിലവാരം ഇവിടുത്തെ പ്രേക്ഷകർക്കില്ലേ? ആരൊക്കെയോ ആരെയോ മുൻകൂറായി പേടിക്കുന്നതിൻ്റെയും അവർക്ക് വേണ്ടി പ്രതികരിക്കുന്നതിൻ്റെയും ബഹിസ്ഫുരണമല്ലേ ഇതെല്ലാം? കേരളത്തിൽ നടന്ന നിരവധി ഭീകര പ്രവർത്തനങ്ങളെക്കാളേറെ അതൊന്നും പുറത്തു പറയരുതെന്ന ശാഠ്യമല്ലേ ഈ അഭ്യാസ പ്രകടനങ്ങളുടെ പുറകിൽ? ദി കേരള സ്റ്റോറി ഇസ്ലാമിക് തീവ്രവാദത്തിനെതിരെ ആയിരിക്കാം. അതൊരിക്കലും സമാധാനമായി ചിന്തിക്കുവാൻ ഇല്ലെങ്കിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മതവിഭാഗത്തിനും എതിരെയല്ല. ആരെയാണ് ഈ സിനിമ നോവിക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്നവർ തന്നെയാണ് സിനിമയ്ക്കെതിരെ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്. അവർ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും സംസാരിക്കുന്നത് എന്നും പകൽ പോലെ വ്യക്തമാണ്.